അഹ്ലുൽ അബായിനെ സ്മരിച്ച് മുസ്ലിമീങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ അഹ്ലുൽ അബായിനെ അംഗീകരിച്ചവരാണോ? അവരെ പേരിൽ മഹത്വം പറഞ്ഞവര്, ബൈത്തിയല്യവര്, കേരളത്തിന്റെ മക്കയെന്ന് പറയപ്പെടുന്ന, മക്കയെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന പൊന്നാനി. ആ പൊന്നാനിയിൽ ഇന്നും ചെന്നാൽ നിങ്ങൾക്ക് കാണാം പല പടിപ്പുരകളിലും എഴുതി വെച്ചിട്ടുണ്ട് المصطفى والمرتضى وابناهما والفاطمة. ഈ 5 മഹാന്മാരെ കുറിച്ച് അൽ മുസ്തഫ, മുസ്തഫായ റസൂല്, അൽ മുർത്തള, മുർത്തളായ അലിയാർ തങ്ങള്, വബ്നാഹുമാ ഹസൻ ഹുസൈനാർ റളിയല്ലാഹു അൻഹുമാ വൽ ഫാത്തിമ, ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹും. ഈ ബൈത്തിലാണ് ശിയാക്കളെ പരിപാടിയാന്നാ ഈ നാട്ടുകാരനായ ചങ്ങാതി പറഞ്ഞത്. കേട്ടു നോക്കുങ്ങൾ. മുട്ടിപ്പടി മഅദിനിലെ മുദർരിസാണ് അയാളെ തീറ്റിപ്പോറ്റിയ ആര്? മുട്ടിപ്പടി തങ്ങള്. അയാൾ പറയുന്ന വാക്ക് കേട്ടു നോക്കുങ്ങൾ. ചെങ്കൊന്നത് അറിയില്ല, നല്ല സുന്യതാണ്. പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് ശേഷം ഫാത്തിഹയൊക്കെ ഓതിയിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ചില അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് 5 വട്ടം ചെല്ലിയിട്ടേ കിടക്കുള്ളൂ. അതിനെന്താ കേട്? നല്ല തന്നെയല്ലേ? അല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ഈ 5 ആളേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുർത്തള അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതിന് മുമ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഒന്നുമില്ല. അതെന്നെ ചെയ്യാണെന്നുള്ളതിന്റെ തെളിവ് കണ്ടോങ്ങള്. അതേത്ര ചെയ്യാന്നുള്ളൊരു തെളിവ് അല്ല ചെങ്ങായി. ഇജ്ജ് വയസ്സായിട്ട് തന്നെയല്ലേ എങ്ങനെ നരച്ചിട്ടുള്ളത്? തീരെ അന്തല്ലേ എനക്ക്. ഫൈസി അത്തരവന് ഷിയാ ഫൈസി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അഹ്ലുൽ അബാഹ് എന്ന് പറഞ്ഞാൽ ഈ 5 ആൾക്കാരല്ലേ? അതിൽ ഈ 5 ആൾക്കാരെ തന്നെയല്ലേ പരാമർശിക്കുള്ളൂ. ഇനി ഖുലഫാ റാഷിദീങ്ങളെ പറ്റി പറയുമ്പോ പറയാ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 ആളല്ലാത്തവരില്ലേ? അത് ഖുലഫാ റാഷിദീങ്ങളെ പറ്റിയല്ലേ ചങ്ങായി പറയണത്. ഞാൻ അശ്റത്തുൽ മുബശ്ശറിനെ പറ്റി പറയാ. ആ 10 സഹാബത്ത്, ഈ 10 ആണല്ലോ. 11ാമത്തെ ആളില്ലേ? ബിലാൽ തങ്ങളില്ലേ? എന്ന് ചോദിക്കുമ്പോ ബരെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ആശുപത്രി അതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എടോ അഹ്ലുൽ അബാഹ് എന്ന് പറഞ്ഞ 5 ആളല്ലേ? അവരെ പറ്റി ആ പാട്ട് പാടുന്നത് ഷിയാന. ആ കൻവരി ഉസ്താദ് നിങ്ങൾക്ക് സവിസ്തരം പ്രതിപാദിച്ചു വരും. ഇയാളെ മഹല്ലല്ലേ ഉസ്താദെ? മിമ്പർമള്ള് ഇയാളെ മഹല്ലല്ലേ? ഇയാളെ മഹലിന്റെ അടുത്ത് അല്ലേ? അയാള് ഖത്തീബായിട്ടുള്ളത് ഇയാളെ മഹലില. ഇവിടെ അടുത്തുള്ള സ്ഥല മറ്റേ നമ്മളെ ചെങ്ങാനി അബ്ദുള്ള മൗലവി ഉണ്ടല്ലോ. മറ്റേ കെസ്ഫും ഇൽഹാമും തെളിവല്ല എന്ന് പറഞ്ഞേ ആ മൗലവി. ആ മൗലവി എത്രയോ വർഷങ്ങളായി ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിന്റെ ഇവിടെ അടുത്ത ആ പള്ളി. ഇപ്പൊ ഖുത്ബോധനെ ഇപ്പൊ ആ ബൈത്തിയല്ലോ ഒക്കെ ചെയ്യേ. അത് ഇവിടെ കൻസുലിബാദയില് PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട് ക്രോഡീകരിച്ച മൗലൂദ്. അപ്പൊ PP ഉസ്താദും ഷിയായി. അത് എവിടുന്ന വിൽപ്പന നടത്തുന്നത്? മർക്കസ് കോംപ്ലക്സിൽ നിന്ന്. അപ്പൊ മർക്കസ് കോംപ്ലക്സ് ഷിയാ കേന്ദ്രമായി. ധാരാ പ്രസിദ്ധീകരിച്ച SMA. അപ്പൊ SMA എന്ന് പറഞ്ഞാൽ ഷിയ മാനേജ്മെന്റ് അസോസിയേഷനാ, അതും ഷിയായി. നിങ്ങൾക്ക് എവിടുന്ന ചങ്ങായിമാരെ നെയ്ച്ചു വരുന്നത്? ഇപ്പൊ ഈ അബ്ദുള്ള മൗലവി ഖുത്ബോധന പള്ളി ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അൻവരി ഉസ്താദ് കാണിച്ചു തരും. ആ ഖുത്ബോധന പള്ളിയിലെ മിമ്പർമണ്ട് എന്ത്? ലീ ഖംസത്തു എന്നുള്ള ബൈത്ത്. അപ്പൊ ആ മിമ്പർ ഏതായി? ഷിയാ മിമ്പർ. ആ ഖത്തീബോ ഷിയാ ഖത്തീബോ. എന്താ പറയുക? ഇതാണ് ആത്മഹത്യ. ശരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കുറിക്കോളുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ഈ രൂപത്തിൽ അതിനെ തരം താഴ്ത്തി അത് ചെല്ലണതൊക്കെ ഷിയാക്കളാന്നുള്ളതിന് തെളിവാ. തീർന്നില്ല. ആ ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ശറഫാക്കപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹബീബരായ തങ്ങള് ആ മണ്ണെടുത്ത് ഇതിന് കർബിന്റെയും ബലാഇന്റെയും ഗന്ധമുണ്ട്. ഈ മണ്ണ് രക്തമാകുമ്പോ എന്റെ മകൻ ഷഹാദത്ത് വരിച്ചിരിക്കും എന്ന് മുത്തു റസൂല് മുൻകൂട്ടി പ്രഖ്യാപിച്ച ആ ഷഹാദത്തിനെ സംബന്ധിച്ച് ഈ ലക്ഷണം കെട്ട മൗലവി, ഈ ഷിയാ ഫൈസി, ഇവൻ ഉപ്പും ചോറും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന മുട്ടിപ്പടി തങ്ങൾ മറുപടി പറയണം. വിടില്ല ഞങ്ങൾ. എന്താ പറഞ്ഞെന്നറിയോ? ആ പോയ പോക്ക് ആത്മഹത്യപരാണെന്ന് വെച്ചോടുക്ക്. തങ്ങൾ ഇജ്തിഹാദിൽ വന്ന അബദ്ധമാണെങ്കിലും വലിയ ഒരു ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉണർത്താതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അക്കാലത്ത്
ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയായ രാഷ്ട്രമാണ് യസീദിന്റെ നേതൃത്വത്തിൽ ഡമസ്കസ് തലസ്ഥാനമായി നടക്കുന്ന മുസ്ലിം ഭരണകൂടം. ലോക വൻശക്തികളെ കുഞ്ചിക്ക് പിടിച്ച് കിടുകിട പറപ്പിച്ച ഭരണകൂടത്തിനോട് മല്ലിടാനാണ്, യുദ്ധം ചെയ്യാനാണ് പുറപ്പെടുന്നത്. നിരായുധരായ 72 ആളുകളെയും കൂട്ടിയിട്ട് ഈ പോയ പോക്ക് ആത്മഹത്യാപരമാണ്. അത് ചെയ്യാൻ പാടില്ല. ആത്മഹത്യാപരമാണ്, ചെയ്യാൻ പാടില്ല. ഇത് പറഞ്ഞ ഇവനെ പിടിച്ച് കുഞ്ചിക്ക് പിടിച്ച് പുറത്തെറിയണ്ടേ? കുഞ്ചിയായാലും വേണ്ടില്ല, കുഞ്ഞായാലും വേണ്ടില്ല, പിടിച്ച് പുറത്തെറിയണ്ടവനെ ഇല കൂട്ടി പിടിച്ച് പുറത്തെറിയണ്ടേ? എന്തുകൊണ്ട് തങ്ങക്കതിന് കഴിയണില്ല? അത് പറയുമ്പോ നിങ്ങള് ഹാലളയിട്ട് കാര്യല്ല. ഖലീൽ തങ്ങളാണോ? കേരളത്തിൽ ചർച്ച ഉണ്ട്. ഇപ്പൊ നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല, സത്യമാണ്. എന്നോ കേൾക്കൽ തുടങ്ങിയതാ. പക്ഷേ അത് അല്ല എന്നുള്ളതിന് ചില ദലീലുകളും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ ദലീലിന് ഉപോത്ബലമായ രൂപത്തിൽ അപ്പുള്ള സമീപനം. ഖലീൽ തങ്ങളാണെങ്കിൽ എല്ലാ തങ്ങന്മാരെയും നാരായവേരി എന്ന് എത്തുന്നത് എവിടുക്ക? സയ്യിദുന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ വെല്ലിപ്പയിൽപ്പെട്ട ആ വെല്ലിപ്പയാകുന്ന ഹുസൈനാര് തങ്ങൾ, ആ ഹുസൈനാര് തങ്ങളെ പറ്റിയിട്ട് തന്റെ സ്ഥാപനത്തിന്റെ ഉള്ളിലിരുന്നിട്ട് ഒരുത്തങ്ങനെ പറയാം. ഓർക്ക് വേണ്ടുന്ന എല്ലാ ഉപ്പും ചോറും തങ്ങൾ വെച്ചുകൊടുക്കുക. ഈ തങ്ങള് ഈ വെല്ലിപ്പാടെ പേരക്കുട്ടി എന്ന് പറയാൻ നിങ്ങളെ ബുദ്ധി നിങ്ങൾക്ക് അനുവദിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ചോദിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ മതി. ഒരു പേരക്കുട്ടിനെ ഈ രൂപത്തിൽ പച്ചയായി ആ പോയ പോക്ക് ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞ ഒരുത്തന് ശമ്പളം കൊടുത്ത് ആവോളം ഭക്ഷണം കൊടുത്ത് എല്ലാ സംവിധാനവും ഒരുക്കിയിട്ട് അയാളെ തീറ്റിപ്പോറ്റി കൊണ്ടടക്കുന്ന തങ്ങളോ? അയാളെ പറ്റി തങ്ങളാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ കിട്ടൂല. അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്ക്, നടപടിയെടുക്ക്, അയാളെ പിടിച്ച് പുറത്താക്ക്. അതിന് അയാളും അയാളെ മകള്, അയാളെ പേരമക്കള്, അയാളെ മരുക്കള് ഒക്കെ കൂടി 5 ലക്ഷം മഴതിന് തന്നിട്ടുണ്ട്. ഈ 5 ലക്ഷമാണോ വലുത്, അതോ വെല്ലിപ്പയാകുന്ന സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മുട്ടിപ്പടി തങ്ങൾ മറുപടി പറയാം. ഈ 5 ലക്ഷം നൊട്ടയാണോ തങ്ങളെ നിങ്ങൾക്ക് വലുത്, അതോ ഹുസൈനാര് തങ്ങളെ ആ പരിശുദ്ധമായ സഹാദത്തോ? മറുപടി പറ. എന്നിട്ട് നിങ്ങൾ തങ്ങളാന്നും പറഞ്ഞിട്ട് ഇരിക്കണ്ടല്ലോ, ഇത്ര വലുപ്പുണ്ടല്ലോ. ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്ക്, ഇയാളെ പിടിച്ച് പുറത്താക്ക്. അപ്പൊ ഇന്നലെ കിട്ടിയ റിപ്പോർട്ട് എന്താന്ന് കേൾക്കണോ നിങ്ങൾക്ക്? അയാളെ പുറത്താക്കാനുള്ള ആഗ്രഹം തങ്ങൾക്കുണ്ട്. ഇത്രേ ആഗ്രഹമല്ല, നമ്മളെ പ്രതിഷേധം കത്തിജ്വലിച്ചു. തങ്ങന്മാരിളകി. മഹബ്ബത്തുള്ള അഹ്ലു ബൈത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളകി. സ്ഥാപനത്തിലേക്കുള്ള വരുമാനം നിന്നു, കുറവായി. അപ്പോ ഇയാളെ പുറത്താക്കണമെന്നുണ്ട്. ഇയാളെ പുറത്താക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടപ്പോ ഷിയാ ഫൈസി കിളവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. പറഞ്ഞു, എന്നെ പുറത്താക്കിയാൽ നിങ്ങളും ഞാനും മാത്രം ഇരണ ചില വിഷയങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ചില കാട്ടിക്കൂട്ടലുണ്ടല്ലോ, ഞാനത് പച്ചക്ക് വിളിച്ചു പറയും. സംഘടന കിടന്നിങ്ങനെ വരിക. അല്ലെങ്കിൽ ഈ ഷിയാ ഫൈസി എന്തായിരുന്നു പണ്ട് സംഘടനയുടെ ബദൽ സംവിധാനം? ഇപ്പുറത്ത് ജിദ്ദയില് മർഹബ ഉണ്ട്, അപ്പുറത്ത് ഇയാളൊക്കെ നേതൃത്വത്തിൽ IDC. അന്നും ഇയാള് സംഘടനക്ക് പാരേ. അന്ന് തന്നെ ഈ ഖലീൽ തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇങ്ങനെ നനവ് കണ്ടു കൊടുത്താൽ കൂടുതൽ ഉണ്ടാവുക. മൂപ്പരെന്ത് ചെയ്തു, പിരിവിന് അവിടെ പോവുക, അവിടെ ചൊല്ലും. ഈ കൊട്ടുക്കരക്കാരൻ ചെങ്ങായി ഉണ്ടല്ലോ, ഇവരൊക്കെ ഒരു മുക്കൂട്ട് കമ്പനിയായിരുന്നു. അപ്പൊ പോയിട്ട് അവിടെ പിരിക്കും. അന്നിങ്ങനെ പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്തു ഷിയാ ഫൈസി, അയാൾ അവിടുന്ന് ഇങ്ങോട്ട് റിട്ടയർമെന്റ് ആയപ്പോ നേരെ കൊണ്ടുപോയിട്ട് അവിടെ കൂടിയിരുത്തി. അപ്പൊ എന്തൊക്കെയോ ചില സാമ്പത്തിക വിഷയങ്ങൾ, ബാക്കി എന്താ ഉള്ളത് എനിക്ക് അറിയില്ല കേട്ടോ, അല്ല ഉള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കൂടി പറയുന്നിട്ട് ബ്ലാക്ക് മെയിൽ നടത്തുക. ആര്? കിളവൻ ഷിയാ ഫൈസി. അതിൽ നിങ്ങൾ പേടിക്കരുത്, തങ്ങളെ ഹിമ്മത്തിൽ നിൽക്ക്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അത്ര അല്ല തങ്ങളെ, ആ ഒരു ഹിമ്മത്തിൽ നിങ്ങൾ നിൽക്കുന്നങ്ങളെ. എന്നിട്ട് സഡൻലി ആക്ഷടിക്ക് കുന്നി പിടിച്ച് പുറത്താക്കിയാണ്. ഒരു ചുക്കും സംഭവിക്കൂല തങ്ങളെ, ഒരു ചുക്കും സംഭവിക്കൂല. വെറുതെ അയാൾക്ക് കഴിഞ്ഞില്ലേ തങ്ങളെ, അത് എപ്പോഴാ നോക്കിയിട്ടല്ലേ ഇരിക്കണത്. നിങ്ങൾ തീരുമാനം എടുക്കേ പിരിവ്. എന്നാലും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അതിന് പണി വേറെ എടുക്കണം. ജനങ്ങളെ മുമ്പിൽ സലാമത്താവണമെങ്കിൽ തൽക്കാലം ആ പണിയിൽ എടുക്കും തങ്ങളെ. അത് ഞങ്ങൾ പറയുമ്പോ ആരും കിടന്ന് ഹാലട കണ്ടില്ലേ
ഞങ്ങളോ തങ്ങളിപ്പാപ്പട അള്ളാടെ റസൂലിന്റെ പൊന്നാര പേരമകനായ ഹുസൈനാര് തങ്ങളെ പറഞ്ഞപ്പല്ലാത്ത ബേജാറ് നിങ്ങക്കെന്താ ഇയാളെ പറഞ്ഞപ്പോ ആയതുകൊണ്ട് ഏർപ്പാടൊക്കെ നിർത്തി. അങ്ങനെ പറയുമ്പോ മുട്ടിപ്പടി തങ്ങക്ക് കൂട്ടായിട്ട് ചില മരമുട്ടിമാരും ഇങ്ങോട്ട് രംഗത്ത് വരിക. ഓന്റെ കാര്യം തന്നെ അവതാളത്തില, ഓന്റെ അസുൽ തന്നെ പ്രശ്ന, ഓന്റെ കാര്യത്തിൽ നാടാക പാട്ടാ, അത് വേറെ രൂപത്തിലാ അതിന്റെ ഒക്കെ. എന്നിട്ട് ഓൻ കിടന്നിട്ട് ചിലക്കുക. എന്ത് മുട്ടിപ്പടി തങ്ങളെ പറഞ്ഞില്ലേ നിച്ച ആദ്യം എന്റെ കാര്യം ശരിയാക്കണം കൈ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കുക, എന്നിട്ടാ ഒരു 100ാം വാർഷികം ആഘോഷിക്കണ്.